കോഴിക്കോട് അനഘ ഹർഷനിലേക്ക് നമുക്ക് പോകാം. അനഘ, നമ്മുടെ പ്രേക്ഷകർ പറയുന്നു, ശശി CR ഇടതും വലതും വർഗീയ കൂട്ടുകെട്ട് കേരളം മുഴുവൻ BJPയെ തോൽപ്പിക്കാൻ ജനങ്ങൾ ഇവരെ തിരിച്ചറിയണം എന്ന് പറയുന്നു. മറ്റൊരാൾ പറയുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലേ ചിഹ്നം അനുവദിക്കുക. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ചിഹ്നം അനുവദിക്കുന്നത്. SDPI മത്സരിക്കാൻ വേണ്ടി അവർ അപേക്ഷിച്ച ചിഹ്നമാണ്. അവർ ഒരു ഔദ്യോഗിക രാഷ്ട്രീയ പാർട്ടി അല്ല, അതുകൊണ്ട് അവർക്ക് ഔദ്യോഗിക ചിഹ്നവും നൽകിയിട്ടില്ല. അവർ മത്സരിക്കാൻ ആവശ്യപ്പെട്ട ചിഹ്നം കത്രികയാണ്. അങ്ങനെ കത്രിക ചിഹ്നത്തിൽ 36ഓളം മണ്ഡലങ്ങളിൽ അവർ മത്സരിക്കുന്നു. അവർ മത്സരിക്കാൻ തിരഞ്ഞെടുത്ത അതേ ചിഹ്നം LDF സ്ഥാനാർത്ഥികൾ, അതായത് SDPI മത്സരിക്കാത്ത മണ്ഡലങ്ങളിൽ LDF സ്വതന്ത്രർ തിരഞ്ഞെടുത്തതും കത്രിക ചിഹ്നമാണ്. എത്ര തന്ത്രപരമായിട്ടാണ് LDF SDPI കൂട്ടുകെട്ട് താഴേക്കിടയിൽ നൽകുന്നത്. പരസ്യമായി പറയും ഞങ്ങൾ ഇവരോടൊന്നും കൂട്ടുകെട്ടില്ല എന്ന് പറയും. അപ്പോൾ ഈ പ്രമുഖ ഫുട്ബോൾ താരത്തെ അടക്കം LDF സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിപ്പിക്കുമ്പോഴും അവർക്ക് നട്ടലോടുകൂടി അവരുടെ ഐഡൻറ്റിറ്റിയിൽ മത്സരിക്കാൻ കഴിയുന്നില്ല. SDPI അടക്കമുള്ളവരുടെ പിന്തുണയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അവർ മത്സരിക്കുന്ന ചിഹ്നത്തിൽ, അവർ മത്സരിക്കാത്ത മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് SDPIയുടെ പിന്തുണയോടെ അതേ ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും ഇത് വർഗീയ കൂട്ടുകെട്ട് തന്നെയാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്നു. ഇത് BJPയെ ഒറ്റപ്പെടുത്താനുള്ളൊരു ശ്രമവും ഇതിൻ്റെ പിന്നിൽ നടക്കുന്നില്ലേ അനഘ? തീർച്ചയായും വിനോദ, അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ നേമത്ത് BJPക്ക് ഏറെ സാധ്യതയുള്ള ഈ നേമത്ത്, അതായത് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞ സ്ഥലം കൂടിയ മണ്ഡലം കൂടിയാണ് നേമം. ഈ നേമത്ത് കൃത്യമായി ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും SDPI ആണെങ്കിലും തങ്ങൾ അവിടെ LDFന് പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ ഈ പ്രചരണം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമി രംഗത്ത് വന്നിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള വെൽഫെയർ പാർട്ടി നേമത്തെ LDFനെ പിന്തുണയ്ക്കുമെന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ SDPIന്റെ സംസ്ഥാന നേതൃത്വം ഇന്നലെ വ്യക്തമാക്കി നേമത്ത് ഞങ്ങൾ LDFനെ പിന്തുണയ്ക്കുമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പാലക്കാട് BJPക്ക് വിജയസാധ്യതയുള്ള സ്ഥലമാണ്. ഈ പാലക്കാട് തങ്ങൾ UDFനെ പിന്തുണയ്ക്കുമെന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടി പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ പാലക്കാടും SDPI പിന്തുണയ്ക്കുന്നത് UDFനെ ആയിരിക്കും എന്നുള്ളതാണ്. അതായത് BJPക്ക് കേരളത്തിൽ എവിടെയൊക്കെയാണോ വിജയസാധ്യതയുള്ളത് അതിനനുസരിച്ച് തങ്ങൾ പിന്തുണ നൽകും എന്നാണ് ഈ വർഗീയ ജമാഅത്തെ വെൽഫെയർ പാർട്ടി ആണെങ്കിലും അതുപോലെ SDPI ആണെങ്കിലും തുടങ്ങിയ വർഗീയ ശക്തികൾ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ മലബാർ മേഖലയെ സംബന്ധിച്ച് SDPക്ക് വലിയ സ്വാധീനമുള്ള മേഖല കൂടിയാണ്. കഴിഞ്ഞ തവണ ഇവിടെ ഈ ഭാഗങ്ങളിൽ, ഈ മലബാർ മേഖലകളിലൊക്കെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 50-ലധികം ആളുകളെ വിജയിപ്പിച്ചെടുക്കാൻ SDPക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. കേരളത്തിൽ ഒന്നടങ്കം പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 1 ലക്ഷത്തിനടുത്ത് വോട്ട് SDPക്കുണ്ട് എന്നുള്ളതാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും ഇവരത് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി കേരളത്തിലുണ്ട്. പക്ഷെ അങ്ങനെ SDPക്ക് വളരാനുള്ള വളക്കൂറുള്ള മണ്ണായി കേരളം പോലൊരു സമൂഹം മാറ്റുന്നതിൽ ഇവിടെയുള്ള ഇടത് വലത് മുന്നണികൾക്ക് വലിയ പങ്കുണ്ട്. അവർ ഇത്തരത്തിൽ SDPI പോലുള്ള വർഗീയ സംഘടനകളെ പിന്തുണയ്ക്കുന്നത് കൊണ്ടാണ് ഇവരിങ്ങനെ ഓരോ ഘട്ടത്തിലും വളർന്നു വരുന്നത്. ഇവരെ പിന്തുണച്ചാൽ മാത്രമേ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയൂ എന്ന രീതിയിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ എത്തുന്നത് എന്നുള്ളതാണ്. ഈ ജമാഅത്തെ ഇസ്ലാമി UDFനൊപ്പം നിൽക്കുന്ന സമയത്ത് ഈ CPMന്റെ തലമുതിർന്ന നേതാവായിട്ടുള്ള AK ബാലൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ഒരു സംഘടനയ്ക്ക് അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിക്ക് ഒപ്പം നിൽക്കുന്ന UDFന്റെ നയം അത് തിരുത്തണം, അങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അപലപനീയമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു AK ബാലൻ രംഗത്ത് വന്നിരിക്കുന്നത്. അതേ AK ബാലൻ പ്രതിനിധീകരിക്കുന്ന LDF ആണ് അതേ വർഗീയത പിന്തുടരുന്ന, പ്രത്യേകിച്ച് പോപ്പുലർ ഫണ്ട് പോലുള്ള ഒരു രാജ്യത്ത് നിരോധിച്ച ഇസ്ലാമിക തീവ്രവാദം വളർത്തുന്നു എന്നതിന്റെ പേരിൽ UAPA നിയമം ചുമത്തി നിരോധിച്ചിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള SDPIയുടെ പിന്തുണയിലാണ് LDF ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുള്ളത് അതീവ ഗൗരവത്തോടെ കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്. അത്തരക്കാരെ പിന്തുണച്ചാൽ ആരായിരിക്കും ഭരണത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ജമാഅത്തെ ഇസ്ലാമിയാണ് UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ജമാഅത്ത് ആയിരിക്കും ആഭ്യന്തരം ഭരിക്കുക എന്നായിരുന്നു AK ബാലൻ പറഞ്ഞിരുന്നത്. അതേ സാഹചര്യം തന്നെയായിരിക്കും LDF അധികാരത്തിൽ വരികയാണെങ്കിൽ SDPI പോലുള്ള ഇത്തരം സംഘടനകളെ തിട്ടൂരത്തിന് വഴങ്ങേണ്ടി വരും. അങ്ങനെ തന്നെയാണ്. അതായത് ഈ വർഗീയ സംഘടന എന്ന് പറഞ്ഞാൽ പോരാ, തീവ്രവാദ സംഘടന എന്ന് തന്നെ പറയേണ്ടി വരും SDPI. കാരണം രാജ്യത്ത് നിരോധിച്ച ഒരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട്, അതിൻ്റെ രാഷ്ട്രീയ രൂപമാണ് SDPI. അപ്പോൾ വർഗീയ സംഘടനയല്ല, ഒരു തീവ്രവാദ സംഘടനയാണ്. ഈ തീവ്രവാദ സംഘടനയുമായിട്ടാണ് CPM പ്രത്യേകിച്ചും LDF എന്നുള്ള പേരിൽ സ്വതന്ത്ര സംഘടനയായി മത്സരിക്കുന്നു. SDPI മത്സരിക്കുന്ന അതേ ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ തീവ്രവാദ സംഘടനയുമായിട്ടാണ് CPM കൂട്ടുകെട്ട് നടത്തുന്നത്. ഇത് BJPയെ ഒറ്റപ്പെടുത്താൻ നേമം പോലുള്ള മണ്ഡലങ്ങളിൽ അവരുടെ പിന്തുണ പരസ്യമായി സ്വീകരിച്ചുകൊണ്ടാണ് CPMന്റെ ഈ നീക്കം. മറ്റൊരു ഭാഗത്ത് UDF മറ്റൊരു തരത്തിൽ
മുസ്ലിം വർഗീയതയെ പ്രീണിപ്പിക്കുമ്പോൾ ഇവിടെ LDF പ്രത്യേകിച്ചും CPM ഇത്തരത്തിലുള്ള മുസ്ലിം തീവ്രവാദ സംഘടനകളെ കൂട്ടുപിടിച്ചാണ് കേരളത്തിൽ വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് അവകാശപ്പെടുന്നത്. ആ വാർത്ത തന്നെയാണ് അനഘയും അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് വന്ന പ്രശാന്തും റിപ്പോർട്ട് ചെയ്തത്. നമ്മുടെ പ്രേക്ഷകരും ഇതിനോട് പ്രതികരിക്കുന്നുണ്ട്. മുരളീധരൻ അദ്ദേഹം പറയുന്നത് വർഗീയ കോമരങ്ങൾ LDFലും UDFലും ഉറഞ്ഞുതുള്ളുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് അതിൻ്റെ യഥാർത്ഥ വിശദീകരണം, അല്ലേ? തീർച്ചയായും.